നമ്മളിപ്പം പുതിയാപ്പ ഹാർബറിലോട്ട് പോകണം കേട്ടോ. എല്ലാവർക്കും അറിയാം, കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ഒരു ഹാർബറാണ് പുതിയാപ്പ ഹാർബർ. രാവിലെ മീൻ വാങ്ങാൻ വേണ്ടി പോയി നോക്കുകയാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടു നോക്കാം. ഒരിക്കൽ കൂടി പോകാമെന്ന് പറയണം, കാരണം നമ്മൾ ഇതിന് തന്നെ പോയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയാപ്പ ഹാർബറിലെ പുതിയ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ പുതിയ വീട്ടിൽ നിന്നുള്ളൊരു പുതിയാപ്പ ഹാർബറിലോട്ടുള്ള യാത്ര. അപ്പോൾ കുറച്ച് നേരം വൈകി പോയി. അപ്പോൾ അവിടെ മീനുകൾ എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. ഒന്ന് പോയി നോക്കാം, നിങ്ങളും കൂടെ വന്നോളൂ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു ടൗണാണ് കക്കോടി. അപ്പോൾ നമ്മൾ കക്കോടി എത്തിയിരിക്കുകയാണ്. ഇതാണ് കാരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ കാരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ മലപ്പുറത്തും ഏതൊരു സ്ഥലത്തുനിന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കോഴിക്കോട്. രണ്ട് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പോകാനുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ലെവൽ ക്രോസിലാണ്. ഇപ്പം നമ്മൾ കോഴിക്കോട് ബീച്ചിലൂടെയുള്ള റോഡാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ബീച്ചിന് സമാന്തരമായിട്ടുള്ള റോഡാണിത്. നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയത് വരയ്ക്കൽ ബീച്ചിൻ്റെ സ്ഥലത്തോട്ടാണ്. വരയ്ക്കൽ ബീച്ചിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. അപ്പോൾ നമ്മൾ പുതിയാപ്പ ഹാർബറിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ മാത്രമല്ല കേട്ടോ, വൈഫുണ്ട്. ഇപ്പം കുറേ മാറ്റങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയാപ്പ ഹാർബറിൽ ഒരുപാട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറണം. അതിൻ്റെ ഉള്ളിലാണ് മീൻ കച്ചവടവും, അതേപോലെ മീൻ കൊണ്ടുപോകാനുള്ളതും കൊണ്ടുവരുന്നതും ഒക്കെ അതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം.
ഈ കാണുന്ന മീനുകളൊന്നും നമ്മൾ കഴിക്കുന്ന മീനല്ല. ഇതൊക്കെ കോഴി ഫാമിലോട്ട് പൊടിക്കാനൊക്കെ കൊണ്ടുപോകുന്നതാണ്. കോഴിത്തീറ്റയ്ക്കാണെന്ന് തോന്നുന്നു, എന്തിനാണെന്നറിയില്ല. കോഴി ഫാമിലോട്ടാണെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. ഫ്രഷ് മീൻ ഇവിടെ വരുന്നുണ്ട്, നമുക്കതൊക്കെ കാണാം. നല്ല അടിപൊളി മീനുകളുണ്ട്, നല്ല വിലക്കുറവിലാണ് ഇവിടെ മീനുള്ളത്. ഞങ്ങളും കുറച്ച് മീനുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ നമുക്ക് വഴിയേ കാണാം. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്ന, ആരും കാണാത്ത കാഴ്ചകളും വിശേഷങ്ങളും. മീനുകൾ ഇറക്കുന്നുണ്ടോ? വലിയ വലിയ ബോട്ടുകളാണ് ഇവിടെ വരിക. വന്ന് മീനുകൾ ഇറക്കുന്ന സീനാണ് ആ കാണുന്നത് കേട്ടോ. നമ്മളിതിന് ബേപ്പൂർ ഹാർബറിലൊക്കെ പോയിട്ടുണ്ട്. അവിടുത്തെ വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടേ. അപ്പോൾ കാണാത്തവർ ആക്കൊന്ന് കണ്ടു നോക്കിക്കോളൂ. എന്തോരം മീനുകളല്ലേ. മീനുകളിങ്ങനെ വന്ന് ഇറങ്ങുക, കൊണ്ടുപോവുക, ഇറങ്ങുക, കൊണ്ടുപോവുക. പിന്നെ റീറ്റെയിലായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ വന്ന് വാങ്ങിയിട്ട് പോകാം. അങ്ങനെ എല്ലാ തര കച്ചവടവും ഈ ഹാർബറിലുണ്ട് കേട്ടോ. ഈ കാണുന്ന അയലകളൊക്കെ നമ്മൾ വാങ്ങി 150 രൂപയ്ക്ക്. ഏകദേശം ഒരു 3-4 കിലോ അയലുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മീനാണിപ്പം വാരി കവറിലാക്കുന്നത് കേട്ടോ. 150 രൂപയ്ക്ക് അയല അങ്ങോട്ട് വാങ്ങി. നമുക്ക് മാത്രമല്ല, നമ്മുടെ അയൽവക്കത്തൊക്കെ നമ്മൾ കൊടുത്തു കേട്ടോ. അയല മാത്രമല്ല, ചെമ്പല്ലി ഉണ്ട്, കോരയുണ്ട്, അതുപോലെ അമൂർ എന്ന് പറഞ്ഞ വലിയ വലിയ ഇതുണ്ടോ, ഇത് അമൂറാണ്, വലിയ മീൻ കേട്ടോ. ഒരുപാട് ഐറ്റം നല്ല വലിയ വലിയ മീനുകളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ കോഴിക്കോടുള്ളവരൊക്കെ പുതിയാപ്പ ഹാർബറിൽ വാങ്ങുകയാണെങ്കിൽ നല്ല വിലക്കുറവിൽ മീൻ വാങ്ങിയിട്ട് പോകാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നേരത്തെ വരണം, രാവിലെ വരണം. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. പക്ഷേ അതിരാവിലെ വന്നു കഴിഞ്ഞാലാണ് ഇവിടെ മീനിൻ്റെ ചാകര കാണാൻ കഴിയുക. മീൻ വാങ്ങി ഇവിടുന്ന് തന്നെ നമുക്ക് നന്നാക്കി കൊണ്ടുപോകാം. ഇതിന് പൈസ കൊടുക്കണം കേട്ടോ. നല്ല കട്ട് ചെയ്ത് വൃത്തിയാക്കി തരും. പെട്ടികളിലൊക്കെ ഐസ് നിറച്ച് വെച്ചിരിക്കുകയാണ്, ഐസ് പൊടിച്ചത്. ഇപ്പം വന്നിട്ടുള്ളൂ. അടിപൊളി കുഞ്ഞൻ മത്തികളാണ്, നല്ല ഫ്രഷ് മത്തികളാണ്. ഞങ്ങൾ കുറച്ച് മത്തിയും വാങ്ങിട്ടോ. ഇപ്പം വന്നിട്ടുള്ളൂ. തെരണ്ടി ഉണ്ടോ? കുഞ്ഞ മത്തികളാ. ഈ പുതിയാപ്പ ഹാർബറിൽ നിന്ന് ഒരുപാട് മീനുകൾ കയറ്റി വയ്ക്കുന്നുണ്ട്. കൂടാതെ കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തുള്ള ജില്ലകൾ, വയനാട് പോലുള്ള ജില്ലകളിലൊക്കെ മീൻ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇത്. തന്നെ കൂടുതലാണെന്ന് പറയാം. ബോട്ടിലോട്ട് ഐസുകൾ കയറ്റുന്ന കാഴ്ചയാണത്. അത് അങ്ങോട്ട് പോയി എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെയൊക്കെ ബിൽഡിങ്ങിൻ്റെ പണിയായതുകൊണ്ട് അങ്ങോട്ട് കടത്തി വിട്ടില്ല. അതുകൊണ്ട് ഞാൻ ദൂരെ നിന്ന് എടുത്താണ്.
150 രൂപയ്ക്ക് വാങ്ങിയ അയിലയാണ് കേട്ടോ. ഒരുപാട് അയില. ഇതിൻ്റെ കൂടെ കുറച്ച് മത്തി വാങ്ങിയിരുന്നേ, അത് കട്ട് ചെയ്തെടുത്ത് വെച്ചു. പുതിയാപ്പ ഹാർബറിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും മറക്കണ്ട. പുതിയ കാഴ്ചയും വിശേഷമായി വീണ്ടും വരാം. ബൈ ബൈ.